നിബ്ര നിബ്ര ഒന്നും വിചാരിക്കണ്ട കേട്ടോ. നിബ്രാസ്, ഇതാണ് നമ്മുടെ സ്വന്തം നിബ്രാസ്. ഞങ്ങൾ വട്ടോളി, പാലങ്ങാട്, ഈയാട്, പൂനൂർ, ബാലുശ്ശേരി, ഈ ഒരു സ്ഥലങ്ങളിൽ ഞങ്ങൾ മന്തി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നിബ്രാസാണ്. ഇത്ര ടേസ്റ്റിൽ നമുക്ക് മന്തി കിട്ടുന്ന വേറൊരു സ്പോട്ടില്ല. അത്രയധികം നമ്മളെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്നൊരു അടിപൊളി ഒരു ഫാമിലി റെസ്റ്റോറൻറ്റാണ്. കണ്ടില്ലേ ഒരു ആംബിയൻസ്, നിബ്രാസ്. അങ്ങനെ ഫാമിലി ആയിട്ട് നിന്ന് അവിടെ പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് ആ ഒരു പൊള്ളിച്ച മന്തി കഴിക്കണമെന്ന് പെട്ടെന്നൊരാഗ്രഹം. അവിടുത്തെ മന്തി എന്ന് പറഞ്ഞാൽ അത്രയധികം ടേസ്റ്റിയാണ്. നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല, അവിടെ പോയിട്ട് വാങ്ങി കഴിച്ചു. വാവ്, കണ്ടില്ലേ ഈ ഒരു ഒന്നും വിചാരിക്കേണ്ട കൊതി വന്നിട്ടാണ്. അപ്പോൾ ഈ ഒരു മന്തി നമ്മൾ അവിടെ പോയിട്ട് ഇരുന്ന് ഫാമിലിയായിട്ട് പോയിട്ട് ഇരുന്ന് കഴിച്ചതിൻ്റെ ടേസ്റ്റിയാണ്. നമ്മളങ്ങനെ വായ കൊണ്ട് പറഞ്ഞുകൊണ്ട് കാര്യമല്ല, ഓരോ കാര്യങ്ങളും നമ്മൾ ടേസ്റ്റ് ചെയ്താണല്ലോ നമ്മൾ അറിയുക. അപ്പോൾ നമ്മൾ മന്തി കഴിക്കാൻ ആഗ്രഹമുണ്ട്, നമ്മൾ ഈ ഏരിയയിൽ ആരാലും ഈ ഒരു സ്പോട്ടിലേക്ക് പോകുന്നോളി. അത്രയധികം ടേസ്റ്റി ആയിട്ടുള്ള മന്തിയാണ്. എൻ്റെ ഫുഡുകളിൽ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് മന്തി. മന്തി എന്ന് പറഞ്ഞാൽ കുഴിമന്തി. സാധാ നോർമൽ കുഴിമന്തിയാണ് എൻ്റെ ഫേവറേറ്റ്. പിന്നെ ഈ ഇവിടുത്തെ പൊള്ളിച്ചതൊരു സ്പെഷ്യൽ ആയതുകൊണ്ടാണ് ഈ പൊള്ളിച്ചത് വാങ്ങിയത്. അങ്ങനെ കുഴിമന്തി കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കോഴിക്കോട്ടുകാർക്ക് ഒരു പ്രത്യേക ഐറ്റം വേറെ ഉണ്ട്, സുലൈമാനി കുടിക്കുക. അതായത് കട്ടൻ ചായയിൽ ചെറുനാരങ്ങ പിഴിഞ്ഞിട്ടുള്ള ഒരു ഐറ്റമാണ് സുലൈമാനി. ആ സുലൈമാനിയും കൂടി കഴിച്ചാൽ നമുക്ക് ആ ഒരു വൈബ് കിട്ടുള്ളൂ. ഓഹോ, എന്തായാലും അപ്പം നിങ്ങൾ എന്നാൽ കുഴിമന്തി കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നേരെ പോകുന്നോളി.